ഒരു വ്യക്തി 100 വർഷം ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ 365 ഗുണം 100 36,525 ദിവസം ഇവിടെ ജീവിക്കും. ഭൂമിയിൽ അതിമനോഹരമായ ഒരു ജീവിതയാത്രയ്ക്ക് എത്തിയവരാണ് നമ്മൾ. എന്നാൽ അതിൻ്റെ മനോഹാരിത എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? കണ്ണ് തുറന്ന് കാണാം അല്ലേ? ലെറ്റ്യൂഡ് മോട്ടിവേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ സുധാചന്ദ്രൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും തീരെ ചെറിയ മക്കളുള്ള അച്ഛനമ്മമാർ വഴക്കിടുന്നത് കണ്ടു നിൽക്കുന്ന കുട്ടികൾ വഴക്കിനെപ്പറ്റി ചിന്തിക്കുന്നത് മുതിർന്നവർ മനസ്സിലാക്കുന്ന രീതിയിലല്ല. ഭാര്യാഭർത്താക്കന്മാരുടെ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളാവും വലിയ വഴക്കിൽ കലാശിക്കുന്നത്. എന്നാൽ കുട്ടി വിചാരിക്കുന്നത് തൻ്റെ വീട്ടിൽ വലിയ എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നുവെന്നാണ്. കുട്ടിക്ക് ഫിൽറ്റർ മൈൻഡ് രൂപപ്പെട്ടിട്ടില്ലാത്തതിനാൽ കുട്ടിയുടേതായ ഭാവനയിൽ കുട്ടി ആ വഴക്കിനെ ഉള്ളിലേക്കെടുക്കും. ഭാവിയിൽ കുട്ടി വളർന്ന് ദാമ്പത്യത്തിൽ ഏർപ്പെടുമ്പോൾ കുട്ടിയുടെ ഉപബോധ മനസ്സിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങൾ വഴക്ക് ദാമ്പത്യത്തിൻ്റെ ഭാഗമാണെന്നും നിത്യവും വഴക്കുണ്ടാക്കി ജീവിക്കണമെന്നും ഉള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ അച്ഛനമ്മമാരുടെ അതേ രീതിയിൽ സ്വൈര്യമില്ലാത്ത ജീവിതമായിരിക്കും കുട്ടികളുടേതും. കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ മറക്കാനും പൊറുക്കാനും പഠിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും ബാധിക്കുന്ന ഒരു ഘടകമാണ് കുടുംബാന്തരീക്ഷം. ഇനി എത്ര നാൾ വഴക്കുണ്ടാക്കി ജീവിതം പാഴാക്കണോ? ആത്മപരിശോധനയ്ക്കുള്ള സമയമാണ്. മറക്കാനും പൊറുക്കാനും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രാക്ടീസാണ് ഹോപ്പൊനൊപ്പൊനോ. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. Love you all. Thank you.